ഇന്നത്തെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻ ഇൻസൈഡ് ഈസ് ഡയറി? നിങ്ങൾ ഡയറി എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ. ജങ്ക് ഫുഡ് ഐറ്റംസ് ആണ് അതിന്റെ ജങ്ക് ഫുഡ് ഐറ്റംസ് എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയല്ലേ. അതിന്റെ ആൻസർ എന്തെന്ന് വെച്ചാല് അതിന്റെ ആൻസർ നമുക്ക് എന്തൊക്കെ എഴുതാം? ചക്കപ്പുഴുക്ക്, ചക്കപ്പായസം, അതിന്റെ കുരു കൊണ്ട് കറി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ വാട്ട് ഡിക്കറ്റ്സ് do you get from the picture about the opting of food? Early human, they gathered food, they hunting, they used stone stick, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ കാട്ടിലാണല്ലോ എല്ലാം താമസിക്കുന്നത്. അപ്പം അവർക്ക് ഭക്ഷണമായിട്ടും മൃഗങ്ങളെ വേട്ടയാടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ മൃഗങ്ങളെ വേട്ടയാടുന്നത്? ദേ ഗാദേർഡ് ഫുഡ്, അവർ മൃഗങ്ങളെ വേട്ടയാടുന്നു. ദേ ഹണ്ടിങ്, അവർ ഹണ്ടിങ്ങിന് പോകുന്നു, അതായത് വേട്ടയാടാൻ പോകുന്നു. ദേ യൂസഡ് സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്ക്, മൂർച്ചയുള്ള കമ്പുകളും സ്റ്റിക്ക് സ്റ്റോണും കല്ലും ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫോർ ഹണ്ടിങ് അവർ ഹണ്ടിങ്ങും ചെയ്യുന്നുണ്ട്. They used sharpened tools, അതായത് അവര് അത് മൂർച്ചയാക്കും. അതായത് വടിയുടെ മുകളിൽ ഇങ്ങനെ കല്ല് കെട്ടി വെക്കുന്നതാണ്. ആ കല്ല് പിന്നെ ഉരച്ച് മൂർച്ചയാക്കുന്നതാണ്. അങ്ങനെ ഷാർപ്പൻ ടൂൾസ് ആവും. എന്നിട്ട് അവരുടെ ടൂൾസ്. പിന്നെ അവർ മൂർച്ചയുള്ള കമ്പുകൾ കൊണ്ടാണ് ഫിഷസിനെ പിടിച്ചിട്ടിരുന്നത്. അങ്ങനെ ഫിഷസിനെ എങ്ങനെ പിടിക്കുക? മീൻ പോകുമ്പോൾ അതിനെ കുത്തിപ്പിടിക്കുന്നതാണ് ഇവരുടെ ജോലി. പിന്നെ ദേ ഷാർപ്പൻ ദേ ഫുഡ് ദേ കളക്റ്റഡ്, അവർ ഷാർപ്പൻ ഇതുകൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞും ആയുധങ്ങൾ കൊണ്ട് എറിഞ്ഞും ഒക്കെയാണ് അവരെ ഫുഡ് കളക്ട് ചെയ്തത്. That might he the food items gallery, അതായത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മളെ ഫുഡ് ഐറ്റംസ് മൈറ്റ് ചെയ്യാനാണ് ഗാലറിയിലേക്ക് ഇതാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അന്നാലത്ത് എന്തൊക്കെയാണ്? പണ്ട് കാലത്ത് എങ്ങനത്തെ ഫുഡ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവര്? എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആയിട്ടുള്ള പഴങ്ങളും വെജിറ്റബിൾസും, റൂട്ട്സ് ആൻഡ് ടബേഴ്സും മരത്തിന് വേരും ഒക്കെയാണ്. പിന്നെ ആനിമൽസ് ആൻഡ് ഫിഷസ്, ആനിമൽസും ഫിഷസിനെയും. ലീവ്സ് ആൻഡ് ഗ്യാലറി, അതായത് ഗ്യാലറി എന്ന് പറഞ്ഞാൽ ഗുഹ. ലീവ്സ് ആൻഡ് ഗ്യാലറി, അതായത് അവര് ഗുഹയ്ക്കായിട്ടാണ് താമസിച്ചിരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വേർ പോസിബിൾ കൺട്രി ദാറ്റ് ഫോറസ്റ്റ് early human find? What is about this food? അതായത് ഇവരെങ്ങനെയൊക്കെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ഇതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? വേറെ സ്ഥലത്താണോ അവര് താമസിച്ച് പോകുന്നത്, അല്ലെ ഒറ്റ സ്ഥലത്താണോ താമസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? അവര് 2 ക്ലൂസ് വന്നിട്ടുണ്ട് ഇവിടെ. ആ ക്ലോസിൽ പറയുന്നത് അതിന്റെ വ്യക്തമായ ആൻസർ എന്താണെന്ന് വെച്ചാൽ അവര് സ്റ്റേ ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്, വേറെ മാളങ്ങളിലും ഗുഹയ്ക്കൊക്കെ അകത്താണ് ആശയാണ്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ചോദിച്ചിരിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാലത്ത് പോപ്പുലേഷൻ ഈ റൈസ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആണ് റൈസ് ഉണ്ടായത്. അതായത് സ്കാൻ യുവർ ഫുഡ് റൈസ് ഇൻ പോപ്പുലേഷൻ, അതായത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റൈസ് പോപ്പുലേഷനായി തുടങ്ങി. 70 മെൻസ് ഇൻ വേൾഡ് ഫയർ, അതായത് അന്ന് വേൾഡ് ഫയർ എങ്ങനെയൊക്കെ ഉണ്ടാവുക? മിനുസുള്ള എന്ത് സാധനം, അതായത് അവിടെ ഇപ്പം മുളക്ക് നല്ല മിനുസുള്ള മുളകൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഒരഞ്ഞ് തീ ഉണ്ടാവുന്നു അവർ കണ്ടിട്ടുണ്ടാവാം. എന്നിട്ട് അവര്
അങ്ങനെ വൈൽഡ് ഫയർ ഉണ്ടായാല് കുറെ മൃഗങ്ങളൊക്കെ വെന്ത് പോയിട്ടുണ്ടാവും. ആ വെന്ത് പോയത് ഇവർ കഴിക്കും. അപ്പൊ ഇവർക്ക് മനസ്സിലാവും കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡിന് ഈ പച്ചയിറച്ചി കഴിക്കണേക്കാട്ടും രുചി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ വൈൽഡ് ഫയർ കണ്ടുപിടിച്ചു. പിന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്നത് കുക്ക് ചെയ്ത ഫുഡാണ്. പിന്നെന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് were the changes about in human life following the optic animals in the place in the